ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും അരുമേക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണ് കാണിക്കുന്നത്. അലീനയാണെങ്കിൽ മുത്തശ്ശിയെ കണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. അപ്പോൾ പൊട്ടി കരയുന്നുമുണ്ട്. സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി മോളെ മുത്തശ്ശി എന്നും പറഞ്ഞ് രണ്ടുപേരും മാറി മാറി വിളിക്കുക. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങോട്ട് വാ, അടുത്തേക്ക് വാ. അപ്പോൾ അലീന അടുത്തേക്ക് ചെന്നു. എൻ്റെ പൊന്നു മോളെ, ഈ മുത്തശ്ശി ഒരുപാട് വിഷമിച്ചു പോയി. മുത്തശ്ശിക്ക് മോളെ ഒന്ന് രക്ഷിക്കാനോ ഇവിടെ ഉള്ളവരുടെ മുൻപിൽ മോളെ ഒന്ന് സംരക്ഷിക്കാനോ കഴിഞ്ഞില്ല. മുത്തശ്ശിയോട് ക്ഷമിക്കും മോളെ. മുത്തശ്ശി ഒരു തെറ്റും ചെയ്തില്ലല്ലോ മുത്തശ്ശി, പിന്നെ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഇവിടെയുള്ളവരുടെ പണം മോഷ്ടിച്ചു, ഹരിയോട് തെറ്റായിട്ട് ഞാൻ മാനം വിറ്റു എന്നൊക്കെയല്ലേ എനിക്ക് കിട്ടിയ പേര്. എല്ലാം കൊണ്ടും ഞാനല്ലേ മുത്തശ്ശി തെറ്റുകാരി. ദേ അലീനെ, ഇനി ഈ കാര്യം ഇവിടെ പറഞ്ഞു പോരുത്. തന്നോട് ഞാൻ പറഞ്ഞില്ലേ താൻ തെറ്റുകാരിയല്ലാന്ന്, ഇവിടെയുള്ളവർക്ക് മുൻപിൽ തെളിയിച്ചില്ലേ? അല്ലടാ കൊച്ചേ, എടാ മനു, എടാ മോനെ, എങ്ങനെയാടാ അലീന തെറ്റുകാരിയല്ലാന്ന് നീ ഇത് എല്ലാവരും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്? എൻ്റെ മുത്തശ്ശി ഹരി ഉണ്ടല്ലോ, ഇന്നലെ ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞപ്പോൾ തന്നെ അവനെ ഞാൻ കയ്യോടെ ഒന്ന് പൊക്കി. ആദ്യമൊന്നും അവൻ കുറ്റം സമ്മതിച്ചില്ല, പിന്നെ രണ്ടടി അവൻ്റെ കവളത്തിട്ട് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മണി പോലെയാ അവൻ ഉത്തരം പറഞ്ഞത്. അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അലീനയ്ക്ക് കൊടുത്തതൊന്നും അലീന മേടിച്ചിട്ടില്ല എന്നും താനാണ് അലീനയെ ശല്യം ചെയ്തതെന്നും അവനെ മണിയായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ബാലേന്ദ്രൻ അങ്കിളുടെ മുൻപിലും വൈജാൻറ്റിയുടെ മുൻപിലും നിർത്തി ഞാൻ രണ്ടെണ്ണത്തിനെയും സത്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ എന്തായാലും എല്ലായിടത്തും സംഭവിക്കുന്നല്ലേ. അല്ലട മക്കളെ, അപ്പം ആ പൈസ മോഷ്ടിച്ചതോ? 2500 രൂപ കാണാനില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും എൻ്റെ എൻ്റെ മുത്തശ്ശി, അതെ രോഹിത്ത എടുത്തത്. അവൻ്റെ കരണത്തടിച്ച് ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതും അവർ ചോദിച്ചോളും. ഇല്ലടാ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും വൈജയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ മറ്റുള്ളവർ തെറ്റ് ചെയ്താലോ വൈജ അതിനെ വെറുതെ വിടത്തുമില്ല. ഇതാണ് മോനെ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. പാവമല്ലേ ഈ കൊച്ച്, എന്ത് തെറ്റ് ചെയ്തടാ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക മുത്തശ്ശി. ഇനി മുത്തശ്ശി വിഷമിക്കണ്ട. മുത്തശ്ശിക്ക് ഞാൻ ഫോൺ മേടിച്ചു തരും. ഇവിടെ എന്ത് സംഭവിച്ചാലും ആൻറ്റിയോ അങ്കിളോ എന്തെങ്കിലും അലീനയെ പറഞ്ഞാൽ മുത്തശ്ശി ഉടനെ എന്നെ വിളിച്ചോണം, കേട്ടല്ലോ? അത് കേട്ടതും അതൊക്കെ ഞാൻ വിളിക്കാടോ കൊച്ചേ. പക്ഷേ ബാലചന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. സത്യസന്ധനാവൻ, സത്യത്തിനൊപ്പം നിൽക്കുന്നവനാ. അങ്ങനെയുള്ളപ്പോൾ ഇപ്രാവശ്യം അവനെവിടെയാ പിഴച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ ആരാണെങ്കിലും ഒന്ന് അവിശ്വസിച്ച് പോകുമല്ലോ മുത്തശ്ശി. കാരണം അലീനയാണെങ്കിൽ ഒരു വേലക്കാരി, നല്ല സുന്ദരിയായ വേലക്കാരി. അലീനയെ ആരാണെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടും. അത് തന്നെയാണ് ഇവിടെയുള്ളവർക്ക് സംഭവിച്ചത്. ഹരി അവൻ പണ്ട് മുതലേ പെൺവിഷയത്തിൽ പോക്കാം. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇവിടെ വെച്ച് മാത്രമല്ല, എൻ്റെ വീട്ടിൽ വെച്ചും അവൻ അലീനയെ ശല്യം ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതാ. പിന്നെ ഈ കുട്ടി അതൊന്നും പറയാതെ മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് നടന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. അതും മനസ്സിലാക്കാൻ കൂടെ കഴിവില്ലാത്ത വെറും ഒരു മന്ദബുദ്ധിയല്ല ഞാൻ. കാരണം ഒരു വേലക്കാരി, ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് അവിടെയുള്ള മുതലാളിമാരോട് സംസാരിക്കാൻ ഒരു പരിധിയുണ്ട്. ആ പരിധിയാ അലീനയും കാണിച്ചത്. കാരണം അങ്ങനെ ഈ കുട്ടി എല്ലാം നമ്മളോട് തുറന്നു പറഞ്ഞാൽ കുറ്റം ആ കൊച്ചിൻ്റെ തലയിൽ തന്നെ വന്ന് വീഴും. അലീന ഒരു തെറ്റും ചെയ്യാത്തൊരു പാവമാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്തുകൊണ്ടും അവളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ എൻ്റെ വീട്ടിൽ വെച്ചും അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു വാക്ക് പോലും എന്നോട് അവൾ പറഞ്ഞില്ല. അതിൻ്റെ കാരണം ഇപ്പം ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞല്ലോ. അതുപോലെ എൻ്റെ അമ്മ എന്തൊക്കെ ചെയ്തെന്നറിയാമോ? മുത്തശ്ശിയുടെ മരുമകൾ അലീനയ്ക്ക് പഴങ്കഞ്ഞിയാണ് കൊടുത്തത്. എല്ലാവർക്കും കൊടുക്കേണ്ട ഭക്ഷണം എടുത്ത് കളയാനായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ പറഞ്ഞിട്ട് അലീനയ്ക്ക് കൊടുത്തത് പഴങ്കഞ്ഞിയും ചമ്മന്തി. എന്തൊരു സങ്കടം ഉണ്ടായെന്നറിയാമോ എനിക്ക്. എന്നിട്ടും ഒരു പരാതിയും ഇല്ലാതെ എടുത്തു കഴിച്ച ആളായി അലീന. അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടിയെ സംശയിക്കാനും മാത്രം ഞാൻ മന്ദബുദ്ധിയല്ല മുത്തശ്ശി. അതെനിക്കറിയാലോടാ. നിൻ്റെ അമ്മയും എന്തോരം ദ്രോഹം എന്നോട് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇവളോട് ചെയ്യാതിരിക്കുമോ? എന്നാലും നിൻ്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാത്തിനെയും പൊളിച്ചടിക്കാനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുക. അലീന പോയി വല്ലയിടത്ത് കഴിക്കി, എനിക്ക് ഒത്തിരി എടുത്തു വയ്ക്കാവോ? ശരി സാർ, ശരി മനുവേട്ട എന്നും അലീന പറയാ. എന്നാൽ ചെല്ല്. അത് കേട്ടതും അലീന അടുക്കളയിലേക്ക് പോവുക. മുത്തശ്ശി, ഞാനൊരു സത്യം പറയട്ടെ. ആ കുട്ടി ഇത്രയൊക്കെ ഓടി നടന്ന് ജോലി ചെയ്യുന്നില്ലേ? അതിനൊരിത്തിരി സ്നേഹം കൊടുത്താലുണ്ടല്ലോ അത് ജീവൻ തന്ന് രക്ഷിക്കും. അതെനിക്ക് അതിനെ കണ്ടപ്പോഴേ മനസ്സിലായതാ മുത്തശ്ശി.
ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചതാ. പാവം അതിൻ്റെ ഭാഗ്യക്കേടുകൊണ്ട് അതിനെ അതിൻ്റെ അമ്മയും അച്ഛനും ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ആ കുട്ടിയോട് ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആ ഇഷ്ടം അവളെ കൂടെ കൂട്ടിയാലോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശി. എടാ, നിന്റെ രാക്ഷസിയായ അമ്മയുടെ അരികിലേക്ക് ആ കൊച്ചിനെ കൊണ്ടുപോയാലുണ്ടല്ലോ, അത് പിന്നെ എന്തൊക്കെയായാലും മുത്തശ്ശി, ഇന്നും ഇന്നലെയായിട്ട് അവളിവിടെ അനുഭവിച്ചത് ചെറിയ കാര്യമൊന്നുമല്ല, ഒരുപാട് വലിയ കാര്യങ്ങളല്ലേ മുത്തശ്ശി. എന്തോരം വേദന തന്നിട്ടുണ്ടാവും ആ പാവം. ഒരു പെൺകുട്ടി, അവള് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത പേരാണ് കേട്ടത്. അവളുടെ മാനം വിറ്റു എന്ന് പറയുമ്പോൾ ആ കുട്ടി എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഒരു മിനിറ്റ് ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് വരെ ചിന്തിച്ചു കാണില്ല മുത്തശ്ശി. അങ്ങനെ ഒരു വേദനയല്ലേ ആ കുട്ടിക്ക് അവരൊക്കെ കൊടുത്തത്, ഇവിടെ ഉള്ളവരൊക്കെ ചെയ്തത്. അത് കേട്ടതും അത് ശരിയാടാ മക്കളെ, ഇനിയും ആ കൊച്ചിനൊരു സങ്കടം ഉണ്ടാവരുത്. എടാ, വൈജ പിന്നെ ഉപദ്രവിക്കും, എനിക്കവളറിയാം, അവളെ പറ്റത് ഞാനല്ലേ. അങ്ങനെയുള്ളപ്പോൾ വൈജയുടെ സ്വഭാവം ഒന്നും മാറില്ലടാ. അതാ ഞാൻ പറഞ്ഞത്, മുത്തശ്ശിക്ക് ഞാൻ മൊബൈൽ മേടിച്ചു തരാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മുത്തശ്ശി ഉടനെ എന്നെ വിളിച്ചറിയിക്കണം, കേട്ടല്ലോ? ശരിയടാ മക്കളെ, ഞാൻ അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അലീന അടുക്കളയിൽ പോയി എല്ലാവർക്കും ഫുഡ് എടുത്ത് വയ്ക്കുക. അപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടെ ഇരുന്നു. മനുവും വന്നു. അലീന, കഴിക്കാൻ എടുത്തോ? എടുത്തു മനുവേട്ടാ. എന്നാ കഴിക്ക്. ഞാനിവിടെ ഒന്ന് കഴിച്ചോളാം. അതൊന്നും വേണ്ട. എന്തിനാ നിന്ന് കഴിക്കുന്നേ? ഇവിടെ ഒന്നിരിക്കും. വേണ്ട മനുവേട്ടാ, ഞാൻ അവിടെ ഇരിക്കുന്നില്ല. എന്തിനാ പേടിക്കുന്നേ? വാ. അപ്പോൾ ബാലചന്ദ്രൻ, വാ മോളെ, വന്നിരിക്കി എന്നും പറയണം. അത് കേട്ടത് അലീന, വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ, ഇവിടെ ഇരിക്കാൻ. അത് കേട്ടതും നമ്മുടെ അലീന അവിടെ വന്നിരിക്കുക. ഇവിടെ ഇനി ഒരു പേടിയും വേണ്ട. ഒരു തെറ്റും ചെയ്യാതെയാണ് അലീന ഇന്ന് നീ ഇവിടെയുള്ളവരുടെ മുൻപിൽ തല കുനിച്ച് നിന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അനിയൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ്റെ വൃത്തികെട്ട സ്വഭാവം കാരണം ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. മറ്റുള്ളവരുടെ ഭീഷണിക്ക് മുൻപിൽ നീ ചെയ്യാത്ത തെറ്റ് നീ സമ്മതിച്ചു കൊടുക്കരുത്, മനസ്സിലായല്ലോ? മഴവില്ല് എന്നും പറഞ്ഞ് അലീനയെ കളിയാക്കുക. അത് കണ്ടതും അലീന നോക്കുക, എവിടെ മഴവില്ല്? ഞാൻ വെറുതെ പറഞ്ഞതാ. കണ്ടോ ഇപ്പം അലീനയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ വരുന്നില്ലേ? ഈ സന്തോഷവും ചിരിയും എന്നും ഉണ്ടാവണം. എന്ത് പ്രശ്നം ഉണ്ടായാലും വിളിച്ചു പറയാൻ ഞാൻ പറഞ്ഞത് തമാശയ്ക്കല്ല. എന്നോട് എന്ത് വേണേലും വിളിച്ചു പറയാം, കേട്ടോ? മനസ്സിലായോ? അത് കേട്ടതും മനസ്സിലായി. നീ എന്നെ വിളിക്കുന്നത് മനുവേട്ടാന്നല്ലേ? അതെ. ഒരേട്ടനായിട്ട് തന്നെ എന്നോട് എല്ലാ കാര്യങ്ങളും പറയണം. ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ടിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ആപത്ത് സംഭവിച്ചാലും എൻ്റെ മുത്തശ്ശന് ഞാൻ കൊടുത്ത വാക്കാ, നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന്. ആ സംരക്ഷണം എന്നും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും, കേട്ടല്ലോ എന്നും പറഞ്ഞ് ഉപദേശിക്കുക. ഇത് കേട്ടതും അലീനയുടെ കണ്ണ് നിറഞ്ഞു. കണ്ണുനീർ കുടുകുടാ ഒഴുകി. എന്തിനാ കരയണേ? സന്തോഷം കൊണ്ടാ. എനിക്ക് ഒരാളെങ്കിലും ഉണ്ടല്ലോ സപ്പോർട്ടായിട്ട്. ആ സന്തോഷം കൊണ്ട്. സത്യം പറയാലോ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുത്തശ്ശിയെ പിരിഞ്ഞിറങ്ങുന്നതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റി തന്നത് മനുവേട്ടനോട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇവിടെ നിന്ന് പടിയിറക്കി വിടുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ തെളിയിക്കുമെന്നുള്ളൊരു സങ്കടവും വേദനയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിത്തന്ന് എൻ്റെ പേര് ചീത്തയാകാതെ രക്ഷിച്ച മനുവേട്ടന് 1000 നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന വിഷമിച്ചിങ്ങനെ നിൽക്കുക. വിഷമിക്കല്ലേടോ, ഒന്നും സംഭവിക്കില്ല. എന്തായാലും ഇനി ഈ വീട്ടിൽ തനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. എല്ലാം കൊണ്ടും ഞങ്ങളൊക്കെ ഉണ്ട്, കേട്ടോ? ഈ ബാലചന്ദ്രൻ അങ്കിളിന് മനസ്സിലായി അലീന ഒരു തെറ്റും ചെയ്യാതെ നല്ലൊരു പെൺകുട്ടിയാണ്. ഇനി ഹരി ഇവിടെ വരുമ്പോൾ അങ്കിളൊന്ന് പേടിപ്പിച്ചോളും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. അങ്കിളെ ഒന്ന് ചിന്തിക്കണം. ഹരി അലീനയെ മാത്രമല്ല, രോഹിത്തിനെയും തെറ്റായ വഴിയിലൂടെ നടത്താനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാനും പറയണമെന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ പേടിച്ചിട്ടാണ് പറയാത്തത്. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റായിട്ട് തന്നെ മാറും. അതുകൊണ്ട് രോഹിത്തിനെ ഒന്ന് സൂക്ഷിക്കണം. മനുവേട്ടൻ്റെ അനിയനെ കുറ്റപ്പറയാന്ന് വിചാരിക്കരുത്. രോഹിത്തിനെ ഒരുപാട് ഉപദേശിച്ച് രോഹിത്തിനെയും തെറ്റായ വഴിയിലേക്ക് നയിക്കുക ഹരി. അന്ന് രോഹിത്തും ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ ഒരു ചേച്ചിയെ പോലെ കാണാൻ. പക്ഷേ അവൻ പറയാ എനിക്ക് 2 സഹോദരിമാരുണ്ടെന്ന്. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം, പേടി. നല്ലവനായിരുന്നു രോഹിത്ത്. അവൻ്റെ മനസ്സ് മാറ്റിയത് ഹരിയ മനുവേട്ട. ഞാൻ ശരിയാക്കിക്കോളാം അവനെ, നീ പേടിക്കണ്ട വെച്ചേ. എന്തായാലും അലീനയ്ക്ക് ഇനി ഇവിടെ ഒരു ആപത്തും ഉണ്ടാവില്ല. ബാലചന്ദ്രനും അങ്ങനെ തന്നെ പറയുക. അതേ മോളെ, നിനക്കിനി ഇവിടെ ഒരാപത്തും സംഭവിക്കില്ല. വൈജയോ എൻ്റെ മക്കളോ നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കില്ല. ഞാൻ നോക്കിക്കോളാം എന്നും പറയണം. അത് കേട്ടത്, വേണ്ട സാർ, എനിക്ക് വേണ്ടി സാറിൻ്റെ വൈഫിനെ സാറ് കുറ്റപ്പെടുത്തരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സാർ എന്നോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം സാറിൻ്റെ വൈഫിനോടൊപ്പം നിൽക്കുന്നതാണ്. കാരണം മാഡവും സാറും ഒരുമിച്ച് നിൽക്കുന്ന ഈ കുടുംബമാണ് സ്വർഗം.
അല്ലാതെ നിങ്ങൾ തമ്മിൽ തല്ലി പിണങ്ങുന്ന ഈ കുടുംബം സ്വർഗമല്ല സർ, അത് നരകമാണ്. ഒരു കുടുംബമാകുമ്പോൾ അവിടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർ. സാറ് മാഡത്തിൻ്റെ മുൻപിൽ കണ്ണു അടച്ച് തലയും കുനിച്ച് തോറ്റു കൊടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, ആ നിപ്പ് കണ്ട് എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ഭാര്യയുടെ മുൻപിൽ താഴ്ന്നു നിൽക്കാനുള്ള മനസ്സ് ഭർത്താവിനുണ്ടെങ്കിൽ ആ കുടുംബം തകരരുത് എന്നുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ് സാർ അങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അല്ലാതെ സാറിന് തൻ്റെ ഇടം ഇല്ലാഞ്ഞിട്ടല്ലാന്നും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇതാക്കുക. അതൊക്കെ കേട്ടതും ബാലചന്ദ്രൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. ഈശ്വര, ഇത്രയൊക്കെ ഈ കുട്ടിയെ വേദനിപ്പിച്ചിട്ടും ഞങ്ങളുടെ കുടുംബം തകരരുത്, ഞങ്ങളുടെ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ഈ പാവത്തെയാണല്ലോ ഞാൻ ഇവിടെ നിന്ന് സംശയിച്ച് ഇറക്കി വിടാൻ നോക്കിയത്. സോറി മോളെ, നിനക്ക് നല്ലതേ വരും എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുക. അങ്ങനെ മനുവും കുറച്ചേരം ചിരിച്ചും കളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോയി. ഈ സമയം അലീന മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് സമയം ചെലവഴിക്കുക. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അലീന ചായ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോഴേക്ക് വൈജ വന്നു. വൈജ വന്നതും നീ പോയില്ലേ എന്ന് ചോദിക്കുക. പോകണ്ടെന്ന് പറഞ്ഞു. ആര്? മനുവേട്ടനും ബാലേന്ദ്രൻ സാറും. അവർ പോകണ്ടെന്ന് പറഞ്ഞോ? നിന്നോട് ഞാനല്ലേ പോകാൻ പറഞ്ഞത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് മനുവേട്ടൻ പറഞ്ഞത്. എടീ, നീ ഇപ്പം എന്നെ തോപ്പിച്ചു. എന്നാ നീ ഒന്നോർത്തോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ ഞാൻ അടങ്ങും. അത് കേട്ടതും എൻ്റെ മാഡം, എനിക്കിവിടെ പിടിച്ചു നിൽക്കണമെന്നുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല. പിന്നെ മനുവേട്ടനും ബാലേന്ദ്ര സാറും പറഞ്ഞപ്പോൾ അവരുടെ വാക്കിനെ എതിർക്കരുതെന്ന് കരുതിയിട്ടാ ഇവിടെ നിന്നത്. അതുകൊണ്ട് എന്നോട് മാഡം തർക്കിക്കാനൊന്നും വരല്ലേ, വെല്ലുവിളിക്കാനും വരല്ലേ. എനിക്കിവിടെ നിൽക്കണമെന്ന് ഒരാഗ്രഹമില്ല. ആര് പറഞ്ഞു നിനക്ക് ആഗ്രഹമുണ്ട് ഇവിടെ നിൽക്കണമെന്നും ഇവിടെ നിന്ന് പണം മോഷ്ടിക്കണമെന്നും നിനക്ക് ആഗ്രഹമുണ്ട്? അതുകൊണ്ടാണ് നീ ഇവിടെ തന്നെ നിന്നത്. ഒരിക്കലുമില്ല. ഇവിടെ നിൽക്കാനുള്ള എല്ലാ ആഗ്രഹവും എന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നോട് കൂടുതൽ ഉടക്കിനൊന്നും വരണ്ട മാഡം. പോകണമെന്നാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിന്നെ ഇറക്കി വിടാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്ക്, അപ്പം എനിക്കിവിടെ നിന്ന് ഇറങ്ങി പോകാമല്ലോ എന്നും നമ്മുടെ അലീന. അത് കേട്ടതും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, എല്ലാത്തിനും കാരണക്കാരൻ അവനാ, ആ മനു. അവൻ എന്തിനാ നിനക്ക് സപ്പോർട്ട് പിടിച്ച് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ മുറിയിലേക്ക് പോവുക. ഈ സമയം മുറിയിലേക്ക് പോയ വൈജ ഫോൺ എടുത്ത് കമലെ വിളിക്കുക. കമലെടുത്തി, മനു ഇവിടെ വന്ന് അവളെ ഇറക്കി വിടാനുള്ള എല്ലാ വാതിലുകളും അടച്ചു. എന്തൊക്കെയാ നീ പറയുന്ന വൈജെ? അതേ കമലെടുത്തി, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. ഇന്ന് സന്തോഷത്തോടെയാണ് ഞാൻ ബാങ്കിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ ആ പിശാച് ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ കാരണം മനുവാ. അത് കേട്ടത് മനുവോ? അവനെന്ത് ചെയ്തു? അവളൊരു വലിയ കള്ളിയാണെന്നും പണം മോഷ്ടിച്ചെന്നൊക്കെ ഞാൻ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള എല്ലാ പണിയും ഒപ്പിച്ചു വെച്ചതാ. പക്ഷെ അവസാനം എല്ലാ കള്ളങ്ങളും പൊളിച്ചടുക്കി മനു അവളെ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോയി. ഞാൻ നല്ല സങ്കടത്തിലാണ് കമലെടുത്തി. ഞാനും വിചാരിച്ചതാ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന്. ഈ ആണുങ്ങളൊക്കെ അവളുടെ തൊലിവെളുപ്പ് കണ്ട് വീണു പോവുക കമലെടുത്തി. എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ ആകെ ദേഷ്യപ്പെടുക. ഈ സമയം കമലയും ദേഷ്യത്തിൽ നിൽക്കുക. അങ്ങനെ കമല ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും മനു വന്നു. മനു വന്നതും നമ്മുടെ കമല വാതിക്കൽ തന്നെ നിൽക്കുക. നീ എവിടെയായിരുന്നു? ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയി. എന്തിനാ ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ പോകുന്ന? വെറുതെ പോയി. നീ വെറുതെ ഒന്നും അല്ല പോയത്, നീ അലീനയെ രക്ഷിക്കാനല്ലേടാ പോയത്. അലീനയെ രക്ഷിക്കാൻ? അതെ, അലീന ഒരു പാവം പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനും മുത്തശ്ശനും കൂടി ആയിരുന്നല്ലോ. അല്ല, ഞാനും മുത്തശ്ശനും കൂടിയാണ് തീരുമാനിച്ചതല്ലോ. അതുകൊണ്ട് മുത്തശ്ശൻ പോയപ്പോൾ മുത്തശ്ശൻ്റെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുത്തു. പിന്നെ മുത്തശ്ശന് ഞാനൊരു വാക്കും കൂടെ കൊടുത്തായിരുന്നു, ആ കുട്ടിക്ക് ഇവിടെ ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടി ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ അതിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടക്കരുത്. അതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടും സങ്കടപ്പെട്ടു അങ്ങോട്ട് പോയത്. അലീനയെ എല്ലാവരും കൂടിയിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു. അവൾ കള്ളിയാണെന്ന് പറഞ്ഞു, അവളെ പേരും കള്ളിയാക്കി. അതൊക്കെ സങ്കടം കൊണ്ട് ഞാനെല്ലാം തിരുത്തി. അത് ഇത്ര വലിയ തെറ്റാണോ? നിനക്കിത് എന്നാത്തിൻ്റെ കേടാടാ? ആ പെണ്ണ് അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വൈജ അതൊക്കെ ചെയ്തത്. അപ്പം നീ എല്ലാം പോയി പൊളിച്ചടിക്കുമല്ലോ. ഓ, അപ്പം രണ്ടുപേർക്കും അറിയായിരുന്നു അല്ലേ? കഷ്ടമുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ട് നാത്തൂന്മാരും കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതമാണ് തൊലയുന്നത്. ആ പെങ്കൊച്ച് എന്ത് തെറ്റ് ചെയ്തിട്ടാ അത് മാനം വിറ്റ് കാശുണ്ടാക്കി എന്നൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരാളോടും. അമ്മയ്ക്കുമില്ല ഒരു മോള്, അവളുടെ കാര്യത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നെങ്കിലോ? എൻ്റെ മോളെ ആരും പഴിച്ചു പറ്റിയിട്ടൊന്നുമില്ല. അവളൊരു വീട്ടിൽ വേലയ്ക്ക് പോയി നിന്നിട്ടുമില്ല. അവൾ നല്ല അന്തസ്സായിട്ട് തന്നെ വളരുന്നത്. അന്തസ്സായിട്ടാണോ വളരുന്നത്? ഇല്ലെങ്കിൽ കറങ്ങി നടക്കുവാണോന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഒന്ന് അന്വേഷിക്കുക. അപ്പം മനസ്സിലാവും. ഓ, അലീനയെ പറഞ്ഞപ്പോൾ അവന് പിടിച്ചില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് അവളെ കെട്ടടാ. അവളെ കെട്ടി കൂടെ പൊറപ്പിച്ചോ. അത് കേട്ടതും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്.
എന്താണെങ്കിലും ചിന്തിച്ചാലോചിച്ചിട്ട് ഞാൻ സമാധാനത്തിൽ പറയാം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങ് പോയി. ഇത് കേട്ടതും നമ്മുടെ കമലയ്ക്കാകെ ഷോക്കായി. അലീനയും മനുവിനെയും അങ്ങനെ കെട്ടുമോ എന്നും ആലോചിച്ചുകൊണ്ട് കമലയുടെ മനസ്സിൽ പേടി തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും അടുത്ത വീക്കെൻഡിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, അത്യുഗ്രൻ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മുടെ അലീനയ്ക്ക് താങ്ങും തണലുമായി മനുവും ബാലചന്ദ്രനും നിൽക്കുമ്പോൾ വൈജയ്ക്കും കമലയ്ക്കും അവിടെ ജയിക്കാൻ പറ്റുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ.